കിടിലൻ കടലക്കറി. നല്ല നല്ല സ്വാദെന്ന് പറഞ്ഞാൽ ഇതിലും നന്നായിട്ട് കടലക്കറി സ്വാദായിട്ട് വെക്കാൻ പറ്റത്തില്ല. അത്രയും നല്ല സ്വാദായിട്ടുള്ള കടലക്കറി വെച്ച് കാണിക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് കടല കുതിർത്ത് വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ ചേർക്കാൻ ഇതാ പ്രധാനമായിട്ടുള്ളൊരു ടിപ്പ്: ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുക. ഇന്നലെ രാത്രി കുതിർത്തത് ഇത് രണ്ടും. ഈ കടലയുടെ വെള്ളം കളയാതെ വയ്ക്കുന്നതെങ്കിൽ കടലപ്പരിപ്പ് ഈ കടലയുടെ കൂടെ തന്നെ കുതിർത്താൽ മതി. പിന്നെ വറക്കാൻ വേണ്ടത് 1/2 കപ്പ് തേങ്ങ, ഒരു ചെറിയ 2 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 1 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 വറ്റൽമുളക്, ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുക. ഇതെല്ലാം കൂടെ വറക്കുക. അധികം മൂക്കുകയും വേണ്ട, അധികം മസാലയും വേണ്ട. പിന്നെ മൂത്ത് വരുമ്പോൾ കുറച്ച് കസ്കസ്, കുറച്ച് കൂടുതൽ വേണം. ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ചേർക്കും അത് മൂത്ത് വരുമ്പോൾ. പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇത്രയും സാധനങ്ങളാണ് വറക്കാൻ വേണ്ടത്. പിന്നെ കടലയ്ക്കകത്തിട്ട് വേവിക്കാൻ വേണ്ടി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. 2 ടേബിൾ സ്പൂൺ തേങ്ങ അരിഞ്ഞതും, 2 പച്ചമുളകും. ഇതെല്ലാം കൂടെ ചേർത്താണ് വേവിക്കുന്നത്. അരപ്പും ചേർക്കും, കടലയും കടലപ്പരിപ്പും ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള പച്ചമുളക്, ഉള്ളി, തേങ്ങ ഇതെല്ലാം ചേർത്താണ് വേവിക്കുന്നത്. അരപ്പും ചേർത്ത് വേവിക്കും. അരപ്പ് ഇപ്പം വറുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അരപ്പ് ചെറുതായിട്ട് മൂത്താൽ മതി, തീയലിൻ്റെ അത്രയൊന്നും മൂക്കണ്ട. ചെറിയ തീയിൽ തേങ്ങയും മുളകും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിരിക്കുക മൂക്കാൻ വേണ്ടി. ഇത് മൂത്ത് വരുമ്പോഴേ പൊടികളും ഈ സ്പൈസസും ചേർക്കത്തുള്ളൂ. കസ്കസും ഈ സ്പൈസസും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങ മൂത്ത് കഴിയുമ്പോഴത്തെ ചേർക്കണം. ഏകദേശം മൂത്ത് വരുമ്പോൾ തേങ്ങ ഇത്രയും മൂത്താൽ മതി. ഇത് തീയലിൻ്റെ അത്രയും മൂത്തിട്ടില്ല. ചെറുതായിട്ടൊരു ബ്രൗൺ കളറ്. ഇതിപ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഈ സ്പൈസസ് ആദ്യം ഈ 1 ഗ്രാമ്പു ആയാലും മതി. ഇത് ചെറിയ ഗ്രാമ്പു ആയതുകൊണ്ട് 2 എണ്ണം. 1 പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയോ ചേർക്കുന്നതെങ്കിൽ ഇപ്പം ചേർക്കണം. ഈ ചൂടിൽ തന്നെ ഇത് മൂത്തോളൂ. ഇതിൽ കൂടുതൽ വേണ്ടത് കസ്കസ്. ഒരു ടേബിൾ സ്പൂൺ, ഒരു ഒന്നര ടീസ്പൂൺ, 1.5 ടീസ്പൂൺ കസ്കസ് ചേർത്തു. ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക. നല്ല ഫൈനായിട്ട് അരച്ച് എടുക്കണം. ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിൽ അരയ്ക്കും. എന്നിട്ട് അരപ്പും ഈ ഉള്ളിയും തേങ്ങയും പച്ചമുളകും കൂടെ ഉപ്പ് ചേർത്ത് കുക്കറിൽ വേവിക്കും. ഇത് അരച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. ഇപ്പം മസാല നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ്. നല്ല ഫൈനായിട്ട് അരച്ചത്. ഇത് ഓൺ ചെയ്തിട്ട് കുക്കറിലോട്ട് ഇപ്പം എല്ലാം ചേർക്കാൻ പോവാം. ഇതിലൊരു 1 കപ്പ് വെള്ളം കാണും. കടലയുടെ പിന്നെ ഈ കടലപ്പരിപ്പും ചേർക്കാം. പിന്നെ ഈ അരപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ. അപ്പോൾ ഒരു 2-2.5 കപ്പ് വെള്ളം കാണുമായിരിക്കും. ഉപ്പ്
ചേർക്കാം. ഇത് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ കല്ല്. പിന്നെ ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം സവാള, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത്. ഇത് കുറച്ച് സ്വാദായി തേങ്ങ കൊത്ത്, ഇത് ഇട്ടില്ലെങ്കിലും ഒന്നുമില്ല. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം എല്ലാം ഇനി കടുവറക്കുന്നത് മാത്രമേ ഉള്ളൂ അവസാനം. ഇതെല്ലാം ചേർത്തിട്ട് ഒരു 20 മിനിറ്റ് പ്രഷർ വന്ന് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വേവിക്കണം, ചെറിയ ഫ്ലെയിമിൽ. വിസിൽ എണ്ണുന്നത് എനിക്ക് അറിഞ്ഞൂടെ എത്രയാണ് വേണ്ടതെന്ന്. ഒരു 20 മിനിറ്റ് വേവിച്ചിട്ട് വെച്ചിരിക്കുക കടല കൂട്ടാൻ. ഇപ്പം ആ കടലപ്പരിപ്പെല്ലാം വെന്ത് നന്നായിട്ട് യോജിച്ച് നല്ലൊരു കൊഴുപ്പായിട്ടാണ് ഇതിൻ്റെ ചാറ് വന്നിരിക്കുന്ന. 1 കപ്പ് കടലയും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇനി കടുവറുത്ത് ചേർക്കുന്നതേ ഉള്ളൂ. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക് ചേർത്ത്, കടുക് പൊട്ടുമ്പോൾ ഈ ചെറിയ ഉള്ളി ചേർക്കും. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ഉള്ളി ഒരു 2-3 ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ചെറിയ ഉള്ളി. അതൊന്ന് മൂക്കണം. അത് ഈ വറ്റൽമുളക് മുറിച്ചിട്ട് വെച്ചത്. ഇതൊക്കെ കറിവേപ്പില. സാധാരണ കറിവേപ്പില ഞാൻ അരിഞ്ഞാൽ ചേർക്കാറുള്ളത്. ഇങ്ങനെ മുഴുവനോട് അരിഞ്ഞ് ചേർത്താൽ ഇതിൻ്റെ കൂടെ അങ്ങ് കഴിക്കാൻ പറ്റും. കടലക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. കടലപ്പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു നല്ല സ്വാദായിരിക്കും ഇതിൽ. പിന്നെ കടല അരച്ച് ചേർക്കുകയോ കടലമാവ് കലക്കി ചേർക്കുകയൊന്നും വേണ്ട. അതിന് പകരം കടലപ്പരിപ്പ് ചേർക്കണം. ഇതൊരു നല്ല ടിപ്പാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണം കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ എങ്ങനെയാണ്. കൂട്ടത്തിൽ പറയുക, ഇതിൻ്റെ കൂടെ പുട്ടിന് വേണ്ടിയിട്ട് ഒരു 10-12 മണിക്കൂർ നമ്മുടെ ചെമ്പാവരി കുതിർത്തിട്ട് തോർത്ത് വിരിച്ച് അതിൽ ഒന്ന് ഉണക്കിയെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചതാണ് ഇത് നേരെ അങ്ങ് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നേരെ അങ്ങ് പുട്ടുണ്ടാക്കാം. ഇത് വറക്കൊന്നും വേണ്ട. ഇത് യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പുറത്തുനിന്ന് പുട്ടുപൊടി വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല. ഒരു 12 മണിക്കൂറോളം കുതിർക്കണം. എന്നിട്ട് ഊറ്റി വെച്ചിട്ട് തോർത്തിൽ വിരിച്ചിട്ട് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഇത് അങ്ങ് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി ഡ്രൈ ആയിട്ട്. അപ്പോഴിങ്ങനെ നേരെ പുട്ടുണ്ടാക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കും. ബൈ. കടലപ്പരിപ്പെല്ലാം വെന്തുടഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറേ നല്ല ഇതായിട്ട് വരും.